بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു ത്വാഹ 72-73 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കാം. ഖാലു പലതവണ ആവർത്തിച്ചു വരുന്ന പദമാണല്ലോ. ഖാഫ്, അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫ്, ഇവ രണ്ടിലും തഫ്ഹീം വേണം, സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. ഖാലു ലൻ നുസിറക, ലൻ എന്നതിലെ സാക്കിനത്ത് നൂനിന് ശേഷമുള്ള നൂനിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഇതിന് ഇദ്ഗാം ബിഗുന്ന കാമിൽ എന്ന് പറയുന്നു. ലൻ നുസിറക, ഒറ്റ ഷദ്ദുള്ള നൂന് മാത്രമാണ് ഉച്ചാരണത്തിൽ ഉണ്ടാവുക. റാഇന് തഫ്ഖീം കൊടുക്കണം. നുസിറക, റാഇന് മാത്രമാണ് തഫ്ഖീം. ശേഷമുള്ള കാഫ് തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അപ്പോൾ തഫ്ഖീമിൻ്റെ ഹർഫ് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ മുമ്പിലും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് തർക്കീഖാണെങ്കിൽ അവയിൽ തഫ്ഖീം വരുന്നത് സൂക്ഷിക്കണം. നുസിറക അലാ മാ ജാഅനാ, അല എന്ന് പറയുമ്പോൾ ഐനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വരണം എന്നത് ശ്രദ്ധിക്കുക. മാ ജാഅനാ, ഇതിലുള്ള ജാഅന എന്ന പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ, ഇവിടെ ഫതറന ഇവയെ തഫ്ഖീം ചെയ്യണം. ഇസ്തിഅലാന്റെ ഹർഫാണ്. ഫത്ഹ് വന്നതുകൊണ്ട് തഫ്ഖീം ചെയ്യേണ്ട അവസ്ഥയുമാണ്. എന്നാൽ ഇതുവരെയായി നാം സൂചിപ്പിച്ച ഖാലു എന്നതിലെ ഖാഫും അലിഫും, നുസിറകയിലെ റാ, ഇവിടെ റാ, ഈ ഹർഫുകൾ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അലാ മാ ജാഅനാ മിനൽ ബയ്യിനാതി, ഇതൊക്കെ തർക്കീഖ് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. അവയ്ക്കും അവയുടെ ദീർഘാക്ഷരമായ അലിഫിലുമെല്ലാം തർക്കീഖ് വരണം, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണെന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫഖ്ദി മാ അൻത ഖാദ്, ഫഖ്ദി, ഖാഫിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം, അതിൻ്റെ സുക്കൂൻ ചലിപ്പിച്ച് ഉച്ചരിക്കണം. കൂടാതെ ഖാഫ് ഇസ്തിഅലാൻ്റെ ഹർഫുകളിൽപ്പെട്ടതായതുകൊണ്ട് തഫ്ഖീം വേണം. ഫഖോ ദി എന്ന് പറയുമ്പോൾ ദ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീമാണ് അതിനുണ്ടാവുക. ഇസ്തിഅലാൻ്റെ 7 എണ്ണത്തിലൊന്നാണ് ഫഖ്ദി. അതുപോലെ മാ എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്ന ദീർഘമാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അതിനെ ദീർഘിപ്പിക്കുക. അൻത, ഈ പദത്തിൽ സാക്കിനത്ത് നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചു ഉച്ചരിക്കുക. അൻത ഖാദ്, വഖഫ് ചെയ്യുമ്പോൾ അല്പം ദീർഘം വരും. ഖാദ്, ഇവിടെ ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം. ദ്വാദിൽ വഖഫ് ചെയ്യുന്നു, സുക്കൂനാണ് ദ്വാദിന് വരുന്നത്. ആ ദ്വാദും തഫ്ഖീം ചെയ്യേണ്ട ഹർഫ് തന്നെ. ഖാദ്, ദ്വാദ് റഖാവത്തുള്ള ഹർഫാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലൂസാക്കി ഉച്ചരിക്കപ്പെടുന്നു. കൂടാതെ ഇസ്തിതാല, ഇസ്തിഅല, ഇതൊക്കെ ഇതിൻ്റെ സിഫത്തുകളിൽപ്പെട്ടതാണ്. ഇത്ബാഖ്, നാവിൻ്റെ സൈഡിൽ നിന്ന് നീളത്തിലാണ് അതിൻ്റെ ഉച്ചാരണം വരുന്നത്. ഇഹ്ദ ഹാഫതൈ ലിസാൻ മഅ മാ യുഹാദിഹ മിനൽ അസ്നാൻ ഉൽയ
മിനൽ അദ്റാസിൽ ഉലിയ, ഇതാണല്ലോ അതിൻ്റെ മഖ്റജ്. അപ്പോൾ ആ നീളത്തിൽ മേലെ അണപ്പല്ലുമായി ചേർത്തുകൊണ്ടാണ് ദ്വാദ് ഉച്ചരിക്കുക. ഫഖുദി, അതുപോലെ ഖാദിൻ ചേർത്ത് വായിക്കുമ്പോൾ ഖാദിൻ ഇന്നമ എന്ന് അവിടെയും ദ്വാദ് വ്യക്തമാക്കി ഉച്ചരിക്കുക. വഖഫ് ചെയ്യുമ്പോൾ ആ ദ്വാദിൽ വ്യക്തമായി മഖ്റജിൽ തന്നെ ശബ്ദം അടക്കിക്കൊണ്ട് അതിന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യുക. ഇന്നമ നൂൻ മുഷദ്ദദയെ മണിക്കുക. തഖുദി, ഇവിടെയും നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ ഖാഫിന് ഖൽഖല സുഗ്റ, തഫ്ഖീം ഇവയൊക്കെ നൽകുക. ദ്വാദിന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക കസ്റായതുകൊണ്ട്. ഹാദിഹിൽ ഹയാത്തദ് ദുനിയ, അൽ ഹയാത്തദ് ദുനിയ, ഹാന്റെ ഉച്ചാരണമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹൽക്കിൻ്റെ ഹർഫുകളിൽ പ്രധാനപ്പെട്ടതാണ്. തൊണ്ടയുടെ മധ്യമാണ് ഹ മഖ്റജ്. അൽ ഹയാത്ത് അദ്ദുനിയ, അദ്ദുനിയ എന്ന പദത്തിലെ സാക്കിനത്ത് നൂനിനെ ഇൽഹാർ മുത്ലഖ് നൽകി വെളിവാക്കുകയാണ് വേണ്ടത്. സാക്കിനത്ത് നൂനും ശേഷം യാവും ഒറ്റപ്പദത്തിൽ വന്ന ഒരു പദമാണിത്, അദ്ദുനിയ. അതേപോലെ ബുനിയാൻ എന്ന മറ്റൊരു പദവുമാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അതേപോലെ വാവിന് മുമ്പിൽ സിൻവാൻ, ഖിൻവാൻ എന്നീ രണ്ട് പദങ്ങളിലും സാക്കിനത്ത് നൂൻ ഒറ്റ പദത്തിലായി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇൽഹാർ മുത്ലഖ് എന്നതാണ് നിയമം. ഒരിക്കലും ഇദ്ഗാം വരികയില്ല. ഇദ്ഗാം വരുന്നതൊക്കെയും രണ്ട് പദങ്ങളിൽ വരുമ്പോഴാണ് എന്നതും ശ്രദ്ധിക്കുക. ഇങ്ങനെ നൂൻ സാക്കിനത്ത നൂൻ യാഇൻ്റെയും വാവിൻ്റെയും മുമ്പിൽ ഒറ്റ പദത്തിൽ വരുമ്പോൾ വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കേണ്ടതാണ്. അദ്ദുനിയ, ഇന്നാ ആമന്ന, ഇവിടെയൊക്കെ ആവർത്തിച്ച് ശ്രദ്ധയുള്ള നൂനുകൾ വരുന്നു. മണിച്ചുച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കുക. ഇന്ന ആമന്ന ബിറബ്ബിന, ബിറബ്ബിന റാ തടിപ്പിച്ച് തഫ്ഖീമോട് കൂടി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. ലിയഗ്ഫിറ ലനാ, ഗൈനിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാൻ്റെ ഹർഫാണ്. സുക്കൂനും തൊട്ട് മുമ്പിൽ ഫത്ഹുമുണ്ട്. ലിയഗ്ഫിറ എന്ന് റായിനും തഫ്ഖീമാണ്. ലിയഗ്ഫിറ ലനാ ഖതായാന, ഖായിന് തഫ്ഖീം. താഇനും അലിഫിനും, താഇൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും രണ്ടിനും തഫ്ഖീം. ഇവയൊക്കെ ഇസ്തിഅലാൻ്റെ ഹർഫുകളാണ്. ഖാഉം താഉം എല്ലാം. വ്യക്തമായി മഖ്റജിൽ നിന്ന് കടുപ്പത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഷിദ്ദത്ത് അതിൻ്റെ സിഫത്താണ്, ഇത്ബാഖ് അതിൻ്റെ സിഫത്താണ്. കൂടാതെ ഇസ്തിഅലാ ഉണ്ട്. ഖതായാന, ഖതായാന, ആ അലിഫുകളുടെ വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ത എന്ന് പറയുമ്പോൾ അലിഫിന് തഫ്ഖീമാണ്. എന്നാൽ ശേഷം യാ ന എന്നൊക്കെ പറയുമ്പോൾ അലിഫുകൾക്കും തർക്കീഖാണ്. കാരണം യാവും നൂനുമൊക്കെ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്, തർക്കീഖ് ചെയ്യേണ്ടവയാണ്. അപ്പോൾ ആ വ്യത്യാസം ഉച്ചാരണത്തിൽ വ്യക്തമായിരിക്കണം. ഖതായാന വമാ അക്റഹ്തന, അക്റഹ്തന, കാഫ് ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. കൂടാതെ ഷിദ്ദത്തും ഹംസും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു അക്ഷരവുമാണ്. അക് അക്റഹ്തന, അക്റഹ്തന എന്ന ശബ്ദം ചലിപ്പിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സുക്കൂനായി തന്നെ ഉച്ചരിക്കണം. എന്നാൽ അതിൽ ഹംസ് എന്ന സിഫത്തുണ്ടാവണം. ശ്വാസത്തിൻ്റെ ചലനം, അതാണ് ഹംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക് അക് എന്ന് പറയുമ്പോൾ ശ്വാസം ചലിക്കുന്നു. അക്റഹ്തന, അക്റഹ്തന, ശേഷം ഹ വരുന്നു. ഹും മഹ്മൂസ അക്ഷരമാണ്. അക്റഹ്തന എന്ന് പറയുമ്പോൾ റായിന് തഫ്ഖീം കൊടുക്കണം. ശേഷം ഹ മഹ്മൂസായ സാക്കിനതായ അക്ഷരം. അക്റഹ്തന അലൈഹി, ഐന് സൂചിപ്പിച്ചു കഴിഞ്ഞ അക്ഷരമാണ്. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് വ്യക്തമായി ഉച്ചരിക്കുക.
മിനസ്സിഹ്ർ. ഇവിടെ അസ്സിഹ്ർ എന്ന് പറയുമ്പോൾ വഖഫ് ചെയ്യുന്ന റായിൽ തർക്കീഖാണ് വരിക എന്നത് ശ്രദ്ധിക്കുക. കാരണം വഖഫിന് വേണ്ടി റായിന് സുക്കൂൻ വരുന്നു. തൊട്ടു മുമ്പിൽ യാ അല്ലാത്ത സാക്കിനത്തായ ഹർഫും അതിനു മുമ്പിൽ കസ്റും വരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ റായിന് തർക്കീഖ് കൊടുക്കണം എന്നതാണ് നിയമം. യാ ആയിരുന്നുവെങ്കിൽ തൊട്ടു മുമ്പിൽ സാക്കിനത്തായ യാ ആണെങ്കിൽ ഏതവസ്ഥയിലും മുമ്പിലുള്ള അക്ഷരത്തിന് ഫത്ഹോ കസ്റോ എന്തായിരുന്നാലും എന്താണ് റായിന് തർക്കീഖ് തന്നെയായിരിക്കും എപ്പോഴും. ഖബീർ, ഖൈർ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റായിന് സുക്കൂനും മുമ്പിൽ റായിന് വഖഫിന് വേണ്ടി സുക്കൂനും തൊട്ടു മുമ്പിൽ യാ അല്ലാത്ത സാക്കിനത്തായ അക്ഷരവും അതിനു മുമ്പിൽ കസ്റും. ഈ അവസ്ഥയിൽ വരുമ്പോൾ റായിൽ തർക്കീഖാണ് വരിക എന്നതാണ്. അദ്ദിക്ർ, അസ്സിഹ്ർ എന്ന പദങ്ങൾ ഉദാഹരണങ്ങളാണ്. ഇവിടെ റായിൽ തർക്കീഖ് നൽകി നേർപ്പിച്ച് ഉച്ചരിക്കുക. വല്ലാഹു ഇസ്മുൽ ജലാലക്ക് തഫ്ഖീം കൊടുക്കണം. അതിൽ ലാമിന് വല്ലാഹു എന്ന് ലാമിനെ തടിപ്പിച്ച് ഉച്ചരിക്കുക. ഖൈറുൻ വഅബ്ഖാ. ഖൈറുൻ ഖായിനും റായിനും തഫ്ഖീം. റായിൻ്റെ തൻവീൻ ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് മണിക്കണം. ഇത് ഗംബിഗുന്ന നാഖിസ്. ഖൈറുൻ വഅബ്ഖാ. വഅബ്ഖാ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല സൂറ നൽകി ശബ്ദം ചലിപ്പിക്കുക. അബ്ഖാ ഖാഫിനും അലിഫിനും തഫ്ഖീമും കൊടുക്കുക. വഅബ്ഖാ ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. قالوا لن نؤثرك على ما جاءنا من البينات والذي فطرنا فاقض ما أنت قاض إنما تقضي هذه الحياة الدنيا إنا آمنا بربنا ليغفر لنا خطايانا وما أكرهتنا عليه من السحر والله خير وأبقى.